ഹേ ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ കുറേ നാളായി കേട്ടോ, ഒരു മാസമെങ്കിലും ആയി കാണും കുക്കിംഗ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഉഴുന്നുവടയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉഴുന്നെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഒരു 8 മണിക്കൂറെങ്കിലും കുറഞ്ഞതൊന്ന് ഇത് കുതിർന്ന് കിട്ടണം കേട്ടോ. എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് മുരുമുരാന്നുള്ള ഉഴുന്നുവട ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനൊരു 8-9 മണിക്കൂർ മുന്നേ കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു മൂന്ന് ഗ്ലാസ് ഉഴുന്നുണ്ടേ. എന്നിട്ട് ആദ്യം ഉഴുന്ന് വെള്ളത്തിലിട്ട സമയം അതൊന്ന് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് എടുത്തതാണ് കേട്ടോ. എന്നിട്ട് അത് ഒരു 2-3 വട്ടം കഴുകിയിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. ആദ്യം ഒരു വട്ടം ഉണ്ടാക്കിയപ്പോൾ ഞാൻ കുറച്ച് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചപ്പോൾ എനിക്ക് പണി കിട്ടിയതാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഇങ്ങനെ കുഴഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ വെള്ളം കൂടിപ്പോകും കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു വരികയില്ല. അപ്പോൾ ഞാൻ വെള്ളം ഒന്നും ചേർക്കാതെ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഉഴുന്ന് നല്ലതായിട്ട് അരയണം കേട്ടോ. ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് ചെറിയ തിരക്കുകൾ കാരണം വീഡിയോ ഒന്നും ഇടാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. അല്ലാതെ ഞാൻ വ്ളോഗൊക്കെ ആയിട്ട് ഇടുന്നുണ്ടായിരുന്നു. അപ്പം ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാവരും. ഇപ്പോഴും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലൊക്കെ മാത്രമേ നമുക്ക് ഡെയിലി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് തോന്നത്തുള്ളൂ കേട്ടോ. അപ്പം ആദ്യം അരച്ചെടുത്തത് ഇതുപോലെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് ഉള്ള ഉഴുന്നും കൂടെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം അരച്ച് വെച്ചതിലേക്ക് ഇത് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാവേ. ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുഞ്ഞു മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണല്ലേ ഉഴുന്നുവട. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ അവർ പഴകിയ എണ്ണയിലൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തായാലും പച്ചരിയുടെ കൂടെ ഉഴുന്ന് മേടിക്കുമല്ലോ. അന്നേരം ഒരു ശകലം ഉഴുന്ന് കൂടുതൽ മേടിക്കുവാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നല്ല അടിപൊളി ഉഴുന്നുവട ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളേ. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പില അരിഞ്ഞതും പച്ചമുളകും ഇഞ്ചിയുമാണ് കേട്ടോ. ഞാൻ ഇതെല്ലാം ആവശ്യത്തിനുള്ളത്, ഈ മാവിൻ്റെ ആവശ്യത്തിനുള്ളത് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ഒരു 10-15 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ചെറിയൊരു പച്ചമുളകാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില കുനുകുനോന്ന് അരിഞ്ഞത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3-4 കുരുമുളക് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചതച്ച കുരുമുളക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് നല്ലതാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ എരിവ് ഇഷ്ടമല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കേണ്ട, സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. കുരുമുളകൊക്കെ ഇടയ്ക്ക് കിട്ടുന്നത് നല്ലതായതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഉപ്പ് നോക്കിയായിരുന്നു കേട്ടോ. ഉപ്പ് നോക്കിയപ്പോൾ ഒരു ശകലം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. നല്ല മുരാന്നുള്ള ഉഴുന്നോടെ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സാധനമാണ്. ഞാൻ പിന്നെ ഒരു ശകലം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല മുരുമുരോന്ന് തന്നെയാണെങ്കിലും കിട്ടും കേട്ടോ. അപ്പോൾ ഞാനൊരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ വെള്ളം ചേർക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ ഒന്നാമത്തെ കാരണം നമ്മൾ ഈ ചുവന്നുള്ളിക്ക് പകരം സവാള ചേർക്കുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ചുവന്നുള്ളി സവാളയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് അതിൽ നിന്നുള്ള വെള്ളം ഒരു ശകലം ഇങ്ങനെ ഇറങ്ങും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ വെള്ളം അരയ്ക്കുമ്പോൾ ചേർത്ത് കൊടുക്കരുതെന്ന് പറയുന്നത്. അപ്പം അതെല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ എന്തായാലും നമ്മുടെ ഓയിൽ ചൂടാവുന്നവരെ ആ മാവ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണമല്ലോ. ആ സമയം കൊണ്ട് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ നല്ലതായിട്ട് ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ശകലം മാവ് കയ്യിൽ ആദ്യം വെള്ളം തേക്കുക. വെള്ളം തേച്ചതിന് ശേഷം വെള്ളത്തിലൊന്ന് മുക്കുക. എന്നിട്ട് നമ്മൾ ഓരോ ഉരുളയായിട്ട് ബോൾ പോലെ എടുത്തിട്ട് കൈ വെച്ച് ഇതുപോലെ പരത്തിയിട്ട് അകത്തൊരു തുളയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ.
അപ്പം കുഞ്ഞായാണെങ്കിൽ കുഞ്ഞാടെ കാര്യം പറയുവാണെങ്കിൽ ഉഴുന്നുവടയ്ക്ക് തുളയില്ലെങ്കിൽ അവൻ പറയും ഇത് ഉഴുന്നുവടയല്ലെന്നും പറഞ്ഞ് മിക്കവാറും കഴിക്കാതിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് തുള പോയിട്ട് ഞാൻ സ്പൂണും കൊണ്ടൊക്കെ ഒന്ന് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളതൊക്കെ നോക്കിയും കണ്ടു നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതുപോലെ കയ്യിലെടുത്ത് ചെയ്തില്ലെങ്കിലും വാഴയിലയിൽ ഇങ്ങനെ വാഴയിലയൊന്നും എടുത്തിട്ട് അത് ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം വാഴയില വെച്ച് പരത്തിയതിന് ശേഷം അങ്ങ് എണ്ണയിലോട്ടിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതും കറക്റ്റ് ഷേപ്പിൽ കിട്ടും കേട്ടോ. പിന്നെ ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കിയപ്പം എങ്കിൽ പിന്നെ വീഡിയോ എടുത്തിട്ട് ഒത്തിരി നാളായല്ലോ, ഈസി ആയിട്ടുള്ളതാണല്ലോ എന്നും പറഞ്ഞാണ് കേട്ടോ ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് ഓർത്താണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ ഇതുപോലെ നമുക്ക് വേഗം ഒന്ന് ഉഴുന്നുവട ഇതുപോലെ ഈ ഷേപ്പിലൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കുക, ഏറ്റവും കുറവായിട്ടേ വെക്കാവുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ ഈ പുറം ഭാഗം അങ്ങ് ഭയങ്കരമായിട്ട് പെട്ടെന്ന് അങ്ങ് മൊഴിഞ്ഞു പോകും. അപ്പം അകംഭാഗം വന്നിട്ട് വേഗാതെ ഇങ്ങനെ മാവായിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടതിന് ശേഷം ഇതുപോലെ ഇതൊന്ന് മൊരിയിച്ചെടുക്കണം. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയേ പറ്റത്തുള്ളൂ കേട്ടോ. അടിപൊളിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിതെല്ലാം ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരാനായിട്ട് ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഉഴുന്നുവടയുടെ അകംഭാഗം നന്നായിട്ട് വെന്ത് വന്നോളും. നമ്മൾ മറിച്ചും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് സെറ്റായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവടയാണ്. ഒരു കെമിക്കലും ഇല്ലാതെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം. ഇപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ ഈ ബജ്ജിക്കടയൊക്കെ ഉണ്ടല്ലോ, മുക്കിന് ബജ്ജിക്കടയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ മേടിച്ച് കൊടുക്കുമ്പോൾ അവർ പഴകിയ എണ്ണയൊക്കെ ആയിരിക്കും. ആ പഴകിയ എണ്ണയിലൊക്കെ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ടേസ്റ്റിന് വേണ്ടി അവരതും ഇതുമൊക്കെ ചേർക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അത് മേടിച്ച് കൊടുക്കും. എന്നിട്ട് അവർക്ക് വയറുവേദനയും അതും ഇതുമൊക്കെ ആയിട്ട് നമ്മൾ അവരെയും കൊണ്ട് നടക്കേണ്ടത് വരും. അതുകൊണ്ട് നമ്മൾ ഉഴുന്നൊക്കെ മേടിക്കുമ്പം ഒരു ശകലം ഉഴുന്ന് കൂടുതൽ. ഈ ഉഴുന്നിൻ്റെ വില ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നേരത്തെയൊക്കെ ഉഴുന്നിന് ഭയങ്കര വിലയില്ലായിരുന്നു. അപ്പം ഉഴുന്നൊക്കെ മേടിച്ച് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലത്. അപ്പം ഈസി ആയിട്ടുള്ള റെസിപ്പീസിൻ്റെയൊക്കെ വീഡിയോ ഇനി പുറകെ വരുന്നതായിരിക്കുമേ. അപ്പോൾ നമ്മുടെ ഉഴുന്നോടെ നല്ല മുരുമുരാന്നാണ് കേട്ടോ. ഈ സ്പൂണും കൊണ്ട് ഞാനിങ്ങനെ കോരുമ്പോൾ കിരികിരോന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. നല്ല ക്രിസ്പിയാണ്. ഇങ്ങനെ നല്ല മുരുമുരോന്നായിരിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാകത്തില്ല, പക്ഷേ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ വിശ്വാസം വരത്തുള്ളൂ. അപ്പോൾ അതെ നല്ല മുരുമുരാന്നുള്ള ഉഴുന്നോടെ ഇവിടെ റെഡിയായി കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ ഇത് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി അപ്പുറത്തെ വശം കൂടി ആദ്യം നമ്മൾ തിരിച്ചിട്ടില്ലേ, ആ വശം കൂടി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. അതുവരെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നേക്കരുതേ. പിന്നെ വേറെന്താണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഇപ്പോൾ ഇത് ഇവിടെ നിന്ന് തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മൊരിഞ്ഞതൊക്കെ ആദ്യം തന്നെ കോരി എടുത്തേക്കാവേ, ഇല്ലെങ്കിൽ പിന്നെ അത് അവിടെ കിടന്നത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒത്തിരി മൊരിഞ്ഞു പോയാൽ ഒരു സുഖമില്ല. നന്നായിട്ട് ഇപ്പം ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാവേ. ആദ്യം ഇട്ടതാണ് കേട്ടോ, അത് തന്നെ ഞാൻ ആദ്യം തന്നെ കോരിയെടുത്തിട്ടുണ്ട്. നല്ല മണമാണെന്ന് പറഞ്ഞ് കുഞ്ഞാ ഓടി വന്നായിരുന്നു കേട്ടോ. പിന്നെ കഴിച്ചു കേട്ടോ, അവന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതാ നമ്മൾ ഇതുപോലെ കോരിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കുഞ്ഞു ഉഴുന്നോടെയാണ് വേണ്ടതെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ബോളാക്കി എടുക്കുമ്പോഴത്തേന് ശകലം എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ അത്യാവശ്യം ഇച്ചിരി വലിയ ബോളാണ് കേട്ടോ എടുത്തത്. അപ്പോൾ നല്ല അത്യാവശ്യം ഒരു ഉഴുന്നോടയും കഴിച്ച് ഒരു ഗ്ലാസ് ചായയും കുടിച്ചാൽ നമ്മുടെ വയറ് നിറയുവേ. അതുപോലത്തെ ഉഴുന്നോടയാണ് ഞാൻ ഉണ്ടാക്കിയത്. അത്യാവശ്യം മുഴുത്ത ഉഴുന്നോടയായിരുന്നു കേട്ടോ. നല്ല മുരുമുരാന്നുള്ള ഉഴുന്നോട റെഡി ആയിട്ടുണ്ട്. ചായയുടെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി സാധനമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമല്ലേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. ഞാനൊരു ശകലം മുറിച്ചൊക്കെ എടുത്ത് തിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിലുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉഴുന്നുവടയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. അപ്പം ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത റെസിപ്പിയായിട്ട് അടുത്ത ദിവസം ഓടി വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ ആരും മറന്നേക്കരുത് കേട്ടോ.